ഹലോ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഇന്ന് നമ്മൾ SSCയിലെ പിന്നാക്കിളിൽ ജനറൽ സ്റ്റഡീസിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. നമ്മളിങ്ങനെ PYQs ഒക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം അതിൽ ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കുറേ ടോപ്പിക്സ് ഉണ്ട്. സ്റ്റാറ്റിക് GKയിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. 2000 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ സ്റ്റാറ്റിക് GKയിലെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ഈ ക്വസ്റ്റ്യനെ കുറിച്ച് നമ്മൾ ന്യൂസിലും റീസെൻ്റ്ലി ഒരു വിഷയം കണ്ടിരുന്നു. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ AFF അത് ഏത് വർഷമാണ് ഫോം ചെയ്തതെന്ന്. നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിൻ്റെ 10 വർഷം മുമ്പേ, അതായത് 1937 ഈ AFF ഫോം ചെയ്തത്. ഇത് PYQ ആയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം ഈ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ളതിൻ്റെ പേര് ഇപ്പോൾ അതല്ല. റീസെൻ്റ്ലി അതിൻ്റെ പേര് മാറ്റി. അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുണ്ടായിരുന്നു. ജേഴ്സീൻ്റെ കളറൊക്കെ മാറ്റലും ഹോക്കീൻ്റെതും കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ ഒരു ഇതായിട്ട് വന്നതാണ്. അപ്പം ഇപ്പോഴത്തെ പുതിയ പേരാണ് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത്. അപ്പം പേരെന്തോ ആവട്ടെ, നമ്മൾ കളിയിലും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. FIFA റാങ്കിങ്ങിൽ ഉയർന്നു വന്ന് ഇൻഫ്രാസ്ട്രക്ചറും ഫണ്ടിങ്ങും ഒക്കെ അത്യാവശ്യം കിട്ടി. ക്രിക്കറ്റ് പോലെ തന്നെ ഇന്ത്യ ഫുട്ബോളിലും പ്രോഗ്രസ് ചെയ്യട്ടെ എന്ന് വിചാരിക്കാം.